KT ജലീൽ ആധാരം നോക്കിയിട്ട് കാണുകയാണ് ഇത് തോട്ടഭൂമിയാണ്. അപ്പൊ പത്രസമ്മേളനമാണ്, ലീഗ് വാങ്ങിയ തോട്ടഭൂമിയാണ്. ആണോ ലീഗ് വാങ്ങിയ തോട്ടഭൂമി? ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, അത് വാങ്ങാൻ അറിയാമെങ്കിൽ അത് നിർമ്മിച്ചു കൊടുക്കാനും അറിയാവുന്ന പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. നിങ്ങളുടെ ഔദാര്യം ഞങ്ങൾക്ക് ആവശ്യമില്ല. പാവപ്പെട്ടവന് അവന് വീട് നഷ്ടപ്പെട്ടു പോയി, അവൻ തിരിച്ചു പോകുമ്പോ അവന്റെ പോക്കറ്റിലേക്ക് 15,000 രൂപ പോക്കറ്റ് മണി കൊടുക്കുമ്പോ ഒരു KT ജലീലിന്റെയും അന്ത്യാഹ്വാനം ഞങ്ങൾ ഏറ്റുവാങ്ങിയിട്ടില്ല. ഒരു DYFIക്കാരുടെയും സമ്മതം ഞങ്ങൾ ചോദിച്ചിട്ടില്ല. മുസ്ലിം ലീഗ് വാങ്ങിയ ഭൂമിയിൽ വീടുണ്ടാക്കാൻ പറ്റുമോ എന്നാണ് DYFIക്കാരന്റെ ചോദ്യം. KT ജലീൽ പറയുന്നത് എന്താ അറിയോ? ലീഗ് ഉണ്ടാക്കിയ ഭൂമി, അത് ആ വാങ്ങിയിട്ടുള്ള ഭൂമി അത് വീടിന് പറ്റിയതല്ല എന്നാ KT ജലീൽ പറയുന്നത്. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, അത് വാങ്ങാൻ അറിയാമെങ്കിൽ അത് നിർമ്മിച്ചു കൊടുക്കാനും അറിയാവുന്ന പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. നിങ്ങളുടെ ഔദാര്യം ഞങ്ങൾക്ക് ആവശ്യമില്ല. പാവപ്പെട്ടവന് അവന് വീട് നഷ്ടപ്പെട്ടു പോയി, അവൻ തിരിച്ചു പോകുമ്പോ അവന്റെ പോക്കറ്റിലേക്ക് 15,000 രൂപ പോക്കറ്റ് മണി കൊടുക്കുമ്പോ ഒരു KT ജലീലിന്റെയും അന്ത്യാഹ്വാനം ഞങ്ങൾ ഏറ്റുവാങ്ങിയിട്ടില്ല. ഒരു DYFIക്കാരുടെയും സമ്മതം ഞങ്ങൾ ചോദിച്ചിട്ടില്ല. കമ്മ്യൂണിറ്റി കിച്ചൺ വെച്ച് അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോ DYFIക്കാരാ നിന്റെ സമ്മതത്തിലാണ് ഞങ്ങൾ ചെയ്തത്? അല്ലല്ലോ. എന്താ ഞങ്ങൾ വൈകിപ്പോയത് എന്നൊരു ചോദ്യമാണ്, മാന്യമായ ചോദ്യമാണ്. എന്താ വൈകിപ്പോയത്? ഞങ്ങൾ കൃത്യമായി പറഞ്ഞല്ലോ. ഞങ്ങൾ ഈ പണം പിരിച്ചെടുത്തിട്ട് വീടുണ്ടാക്കുന്നതിന്, ഗവൺമെന്റ് ഉണ്ടാക്കുന്ന വീടിന് അവർ സ്ഥലം തരാമെന്ന് പറഞ്ഞു. ഗവൺമെന്റ് പറഞ്ഞല്ലോ, ആരൊക്കെ വീടുണ്ടാക്കി കൊടുക്കുന്നോ അവർക്കൊക്കെ സ്ഥലം ഞങ്ങൾ തരാം. ഞങ്ങൾ കാത്തിരുന്നു. 6 മാസം കഴിഞ്ഞപ്പോഴാണ് ഗവൺമെന്റ് പറഞ്ഞത് സ്ഥലമല്ല, ഒരു വീടിന് 30 ലക്ഷം രൂപ വെച്ച് നിങ്ങൾ തന്നാൽ ഞങ്ങൾ വീടുണ്ടാക്കി കൊടുക്കാൻ. അങ്ങനെ ഞങ്ങൾ പിരിച്ചെടുത്ത പണം അണ്ണാക്ക് തൊടാതെ വിഴുങ്ങാന്ന് കരുതിയാൽ അതിന് മനസ്സിലാന്നുകൊണ്ടാണ് ഞങ്ങൾ പണം തരാതിരുന്നത്. ഇപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കഴിഞ്ഞ ദിവസം 30 ലക്ഷത്തിന്റെ ഒരു വീട്, 30 ലക്ഷത്തിന്റെ ഒരു വീട് ഒരു ചിത്രമാണ്. തറ ഉണ്ടോന്ന് ചോദിച്ചപ്പോ തറയില്ല. എന്നാ ജനവാദിന്റെ കട്ടിൽ വണ്ണുണ്ടോ വെച്ചാൽ അതുമില്ല. 30 ലക്ഷം രൂപയാണ്. സാധാരണ 30 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നാട്ടിലൊരു 2000 സ്ക്വയർ ഫീറ്റിന് നല്ല വീടെടുക്കാം, നമുക്കറിയുന്നതല്ലേ. അപ്പൊ അവര് പറയാണ്, വയനാട്ടിൽ ഇനി ഒരു പ്രകൃതി ദുരന്തം വന്നാൽ അതിനെ തടുത്തു നിർത്താൻ കഴിയുന്ന ഒരു വീടാണ് ഉണ്ടാക്കിയത്. ആരാണോ ഈ ബടായി പറയുന്നത്? ആ കുന്ന് പൊളിഞ്ഞിട്ട് അതിന്റെ പാറക്കല്ല് കഷ്ണം നിന്നത് നിങ്ങളുടെ ഈ പറയുന്ന നിലമ്പൂരിലാണ്. അങ്ങനത്തെ ഒരു പാറക്കല്ല് തടുക്കാൻ കഴിയുന്ന ഒരു വീട് ആരോടുണ്ടാക്കുന്ന നിങ്ങൾ പറയുന്നത്? കണ്ണാക്ക് തൊടാതെ ഈ പാവപ്പെട്ട ദുരിതാശ്വാസ നിധിയെ പണ്ട് കട്ടെടുത്ത് തിന്നിട്ട് അവസാനം ലീഗിനോട് ചോദിക്കാം, നിങ്ങളെ വീട് എവിടെ? ഞങ്ങൾ ചോദിക്കട്ടെ, 750-800 കോടി രൂപയാണ് ഗവൺമെന്റ് പിരിച്ചത്. 800 കോടി രൂപ. 800 കോടി രൂപയിൽ കഴിഞ്ഞ 2 മാസം മുമ്പ് പുറത്തുവന്ന വാർത്ത എന്താണെന്നറിയോ? ഈ പാവപ്പെട്ട അന്തേവാസികൾ, ആ പ്രദേശത്തെ ആളുകൾ, അവർ ലോൺ അടച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ലോൺ അടക്കാതിരുന്നപ്പോ 1 വർഷം അവർക്ക് താൽക്കാലികമായി ഒരു അവധി കൊടുത്തു ബാങ്കുകൾ. 1 വർഷം കഴിഞ്ഞു, ബാങ്കുകൾ നോട്ടീസ് അയച്ചു, അതിന് പണം കൊടുക്കുന്നില്ല. അപ്പോ കേരളത്തിലെ റവന്യൂ മന്ത്രി K. രാജനോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നം വന്നത് അടക്കണം. അത് ഞങ്ങൾ അടക്കില്ല, അത് നിങ്ങൾ തന്നെ അടക്കണം എന്നാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട CPM-കാരാ, DYFIക്കാരാ ഞാൻ ചോദിക്കട്ടെ, അവരുടെ ലോണിന് ആകെ അടയ്ക്കാനുള്ളത് 12.5 കോടി രൂപയാണ്. 12.5 കോടി രൂപ ഉണ്ടെങ്കിൽ അവരെല്ലാ പ്രശ്നവും തീരും. 800 കോടി രൂപ 1 വർഷം ബാങ്കിലിട്ടാൽ 10% പോട്ടെ, 8% കൂട്ടിയാൽ 22 കോടി രൂപ പലിശ മക്കിയ ഗവൺമെന്റിന്റെ പേരാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഗവൺമെന്റ്. ആ പലിശ അണ്ണാക്ക് തൊടാതെ വെടിഞ്ഞിട്ട് ഈ സാധുക്കളോട് ബാങ്ക് ലോണ് നിങ്ങൾ സ്വന്തം അടയ്ക്കണം എന്ന് പറയാ. എന്നിട്ട് ചോദിക്കുക, ലീഗ് എവിടെയെന്ന്? ഞങ്ങൾ ഒന്നേ പറയുന്നുള്ളൂ. ഞാൻ എന്റെ പ്രിയപ്പെട്ട ഇസ്മായിലിനോടും അതുപോലെ തന്നെ ഇക്ബാലിനോടൊക്കെ പറയുന്നത്, അവർക്ക് മറുപടി പറയാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ മൈക്ക് കിട്ടേണ്ടി വരുന്നില്ല. എന്തിനാ അവർക്ക് മറുപടി മൈക്ക് കിട്ടുന്നത്? അവർക്ക് മറുപടി മൈക്ക് കിട്ടുന്ന പാർട്ടിയുടെ പേരല്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. നോക്കൂ, നിങ്ങൾ സക്കീർ ഹുസൈനെ നമ്മൾ മറന്നുപോയോ? സക്കീർ ഹുസൈൻ ആരാ? സക്കീർ ഹുസൈൻ എറണാകുളം ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു. എന്താ സക്കീർ ഹുസൈന്റെ പ്രശ്നം? സക്കീർ ഹുസൈന്റെ പ്രശ്നം എന്താണെന്നറിയോ? അവിടെ പ്രളയം ഉണ്ടായപ്പോ സാധുക്കളായ കുറെ ആളുകൾ നമ്മൾ ഇവിടെ നിന്നൊക്കെ കുറെ സാധനങ്ങൾ കൊടുത്തേച്ചു, അരി, പച്ചമുളക്, അങ്ങനെ കുറെ സാധനങ്ങൾ കൊടുത്തേച്ചു. അതൊക്കെ സ്റ്റോർ റൂമിൽ വെച്ചു, ഗവൺമെന്റ് വാങ്ങി സ്റ്റോർ റൂമിൽ വെച്ചു. അവിടുന്ന് ആവശ്യമുള്ളത് അവനാന്റെ പേരേക്ക് കട്ടെടുത്ത് കൊണ്ടായ അൽപ്പന്റെ പേരാണ് സക്കീർ ഹുസൈൻ എന്ന ഏരിയ സെക്രട്ടറി. ആ പാർട്ടിയുടെ അംഗങ്ങൾ ഞങ്ങളടുത്ത് വന്നിട്ട് ചോദിക്കാം, നിങ്ങളെ കണക്ക് എവിടെയെന്ന്. ഒറ്റ വാക്കി പറഞ്ഞാൽ മനസ്സില്ല പറയാൻ എന്നാ ഞങ്ങൾ പറയുന്നത്. ഞങ്ങളൊരു ആപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ആപ്പിൽ തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് അത് കാണാം. എല്ലാ അങ്ങാടിയിലും വന്ന് നിങ്ങൾക്ക് കണക്ക് തരേണ്ട പരിപാടി ഞങ്ങൾക്കില്ല. അത് ആദ്യം ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ കൃത്യമായി അതിന് ആപ്പ് ഉണ്ടാക്കി, അത് കൃത്യമായി കണക്ക് വെച്ചിട്ടുണ്ട്. ആ കണക്ക് നിങ്ങൾക്ക് നോക്കാം. ആ കണക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് എത്രയാണോ അതിന് ചെലവ് അത് നിങ്ങൾക്ക് പരിശോധിക്കാം. അതുകൊണ്ട് ലീഗിന്റെ വയനാട് ദുരന്തത്തിന്റെ വീടുകൾ എവിടെ എന്ന് ചോദിക്കുന്നവരോട് അത് പിരിക്കാൻ അറിയാമെങ്കിൽ, അവരെ സഹായിക്കാൻ അറിയാമെങ്കിൽ, അവരെ ചേർത്ത് പിടിക്കാൻ അറിയാമെങ്കിൽ, അവർക്ക് വാഹനം കൊടുക്കാൻ അറിയാമെങ്കിൽ, നഷ്ടപ്പെട്ടു പോയ പീഡികൾക്ക് പകരം 1.5 ലക്ഷം രൂപ കൊടുത്ത് അവരെ ചേർത്ത് പിടിക്കാൻ അറിയാമെങ്കിൽ, അവിടുത്തെ പഠിക്കാൻ കഴിയാത്ത കുട്ടികൾക്ക്, നഷ്ടപ്പെട്ടു പോയ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യമൊരുക്കി കൊടുക്കാൻ അറിയാമെങ്കിൽ, അവിടുത്തെ കുട്ടികളെ വിദേശത്ത് കൊണ്ടുപോയി പണിയെടുത്ത് കുടുംബത്തെ പോറ്റാൻ അറിയാമെങ്കിൽ, അവർക്ക് ചോർന്നൊലിക്കാത്ത വീടുണ്ടാക്കി കൊടുക്കാനും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് അറിയാം. അത് പ്രഖ്യാപിച്ചത് പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളാണെങ്കിൽ
അത് പൂർത്തീകരിക്കാൻ ഞങ്ങൾക്കറിയാം. ഇപ്പൊ ഒരു പ്രശ്നമുണ്ട്, അതൊരു വസ്തുതയാണ്, അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. എന്നുള്ള പ്രശ്നം? വയനാട് ഭൂമിക്ക് ഒരു പ്രത്യേകതയുണ്ട്, എല്ലാം തോട്ടഭൂമിയാണ്. ഇവിടെ ചില മണ്ടന്മാര് പറയുന്നത് തോട്ടഭൂമി അല്ലാത്ത ഭൂമി വാങ്ങണമെന്നാണ്. അങ്ങനെ ഒരു ഭൂമി വയനാട്ടിലില്ല. ഞാൻ കഴിഞ്ഞ ദിവസം വയനാട്ടുകാരായിട്ട് സംസാരിച്ചു. തോട്ടഭൂമി അല്ലാത്ത ഭൂമി വയനാട്ടിൽ ഉണ്ടാവോ? അങ്ങനെ ഒരു ഭൂമിയില്ല. വയനാട്ടിൽ ഓൾമോസ്റ്റ് എല്ലാം തോട്ടഭൂമിയാണ്. ആ തോട്ടഭൂമി രണ്ട് വിധമുണ്ട്. ഏതാ രണ്ട് വിധം തോട്ടഭൂമി? നിർമ്മാണ യോഗ്യമായ തോട്ടഭൂമിയും നിർമ്മാണ യോഗ്യമല്ലാത്ത തോട്ടഭൂമിയും. KT ജലീൽ ആധാരം നോക്കിയിട്ട് കാണുകയാണ് ഇത് തോട്ടഭൂമിയാണ്. അപ്പൊ പത്രസമ്മേളനമാണ്, ലീഗ് വാങ്ങിയ തോട്ടഭൂമിയാണ്. ആണോ? ലീഗ് വാങ്ങിയ തോട്ടഭൂമിയാണ്. ആ തോട്ടഭൂമിയില് ഞാൻ ആദ്യം പറഞ്ഞ നിർമ്മാണ യോഗ്യമായ തോട്ടഭൂമിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വാങ്ങിയത്. അവിടെ ഞങ്ങൾ നിർമ്മിച്ചു കൊടുക്കും. ഇപ്പോ ഇവര് പറയുന്നൊരു കാര്യം എന്താണെന്നറിയോ? അവിടെ വാങ്ങിയ ഭൂമി അത് 1 ലക്ഷത്തിന് മുകളിലേക്കാ വാങ്ങിയത്. അത് വലിയ തുക കൊടുത്താ വാങ്ങിയത് എന്നാണ്. ഞങ്ങൾ വലിയ തുക കൊടുത്താ വാങ്ങിയത്, 1 ലക്ഷത്തിൽ പരം രൂപ കൊടുത്താ വാങ്ങിയത്. കാരണം എന്താണെന്നറിയോ? ഞങ്ങൾ കൊടുക്കുന്ന ഒരു ഭൂമിയിൽ അന്തി ഉറങ്ങുന്ന ഒരു കുടുംബത്തിന് നാളെ കതകിന് മുട്ടിയിട്ട് നിങ്ങളുടെ ഭൂമിക്ക് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് ഒരു വില്ലേജ് ഓഫീസറും ആ പറമ്പിലേക്ക് കാലുകുത്തരുത് എന്ന നിർബന്ധ ബുദ്ധി ഞങ്ങൾക്കുണ്ട്. അവിടെ ഒരു വക്കീലുണ്ട്, CPM-ന്റെ നേതാവാണ്. ആ വക്കീൽ ലൈവിൽ വന്നിട്ട് പറഞ്ഞു, ലീഗ് വാങ്ങിയ ഭൂമി ഭയങ്കര പ്രശ്നമാണ്, നിങ്ങൾ വന്നാൽ 50,000 രൂപക്കോ 60,000 രൂപക്കോ ഞാൻ ഭൂമി വാങ്ങിത്തരാം എന്ന് പറഞ്ഞു. മുസ്ലിം യൂത്ത് ലീഗിന്റെ വയനാട് ജില്ലാ പ്രസിഡന്റ് നവാസ് അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു. ആ റെക്കോർഡൊക്കെ പുറത്തു വന്നതാണ്. അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ആ ഭൂമി അതിന്റെ അടുത്തുള്ള നിങ്ങൾ പറഞ്ഞ ഭൂമി ഉണ്ടെങ്കിൽ വാങ്ങാൻ ഞങ്ങൾ തയ്യാറാണ്, ഒരു 10 സെന്റ് എനിക്ക് വേണം. അപ്പൊ അദ്ദേഹം പറയാം, ഞാൻ ബ്രോക്കർ അല്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വീഡിയോ ഞങ്ങൾ കണ്ടു, അല്ല അത് ഞാൻ പറഞ്ഞു പോയതാണ്, പിന്നെയാണ് നോക്കിയത്. പറഞ്ഞ വക്കീലിന് പോലും നിക്കക്കളിയാതെ നിൽക്കുമ്പോഴാണ് KT ജലീലിനെ പോലെ വാ പോയ വാക്കത്തി പറയുന്നതിന് മറുപടി പറയാൻ യൂത്ത് ലീഗിനോ മുസ്ലിം ലീഗിനോ സൗകര്യമില്ല എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഉണ്ടല്ലോ ലീഗ് വാങ്ങിയ ഭൂമി. ഇനിയിപ്പോ ഞാൻ ചോദിക്കട്ടെ, ലീഗ് വാങ്ങിയ ഭൂമി എത്രക്കാ? 1 ലക്ഷത്തി ചില രൂപയ്ക്ക് ലീഗ് ഭൂമി വാങ്ങി. എന്നിട്ട് എന്തോ ചെയ്തത്? അയാൾക്ക് അക്കൗണ്ടിൽ പൈസ കൊടുത്തു. അക്കൗണ്ടിലാണോ ഞങ്ങളെ ഡീലിങ്? നിങ്ങൾ ചെയ്ത പോലെ ഭൂമി വാങ്ങിയിട്ട് അവസാനം ആ ഭൂമി ഉടമയോട് അനക്ക് പണം തരില്ല എന്ന് പറഞ്ഞിട്ട് ആ ഭൂമി ഉടമ കേസിന് പോയിട്ട് കോടതിയിൽ പൈസ കെട്ടിവെച്ചു. ഇപ്പൊ ഗവൺമെന്റ് ഞങ്ങൾ ചോദിക്കട്ടെ, ശരി, ഞങ്ങളുടെ ഭൂമി ഞങ്ങൾ പണം കൂടുതൽ കൊടുത്ത് വാങ്ങി, എന്നിട്ട് ഇപ്പൊ എവിടെയാ ഭൂമി ഉള്ളത്? ഭൂമി സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പേരിലാണ്. എന്നാ ഞങ്ങൾ ചോദിക്കട്ടെ, ഗവൺമെന്റ് വാങ്ങിയ ഭൂമി ഉണ്ടല്ലോ, എസ്റ്റേറ്റ് ഭൂമി, അത് ആരുടെ പേരിലുള്ളത്? അത് കോടതിയിലുള്ളത്. അതാ വ്യത്യാസം. പൈസ മാന്യമായി കൊടുത്താലുള്ള വ്യത്യാസം അതാണ്. പൈസ മാന്യമായി കൊടുത്താൽ ഞങ്ങളുടെ പേരിൽ, സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പേരിൽ ഞങ്ങൾ ഭൂമി വാങ്ങി, അത് പൈസ കൊടുത്ത് വാങ്ങിയ ഭൂമിയാ. മറ്റേതോ ഉടായിപ്പ് കളിച്ചപ്പോ ഇപ്പൊ കോടതിയിലുള്ളത്. ഇപ്പോഴും ഒരു വീടുണ്ടാക്കിയല്ലോ, ആ വീടുണ്ടാക്കിയ ഭൂമി ഇപ്പോഴും ഒരാൾക്ക് വീതിച്ചു കൊടുക്കാൻ ഗവൺമെന്റിന് കഴിയില്ല. കാരണം എന്താണെന്നറിയോ? അതിൽ തർക്കം ഭൂമിയാണ്, അത് തർക്കം നടക്കുകയാണ്. അത് എസ്റ്റേറ്റ് കമ്പനികൾ തർക്കത്തിലാണ്. അവര് കേരള ഹൈക്കോടതി കഴിഞ്ഞു, ഇപ്പോൾ സുപ്രീം കോടതി പോവാൻ. ഇതുവരെ ഒരാൾക്ക് ഭൂമി കൊടുക്കാൻ അവർക്ക് കഴിയില്ല. അപ്പോ ഞങ്ങൾ ആ ഭൂമി വില കൊടുത്ത് ഞങ്ങളുടെ പാർട്ടി പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പേരിലേക്ക് ആ മുഴുവൻ ഭൂമി വാങ്ങി. അപ്പൊ ഒരു പ്രശ്നം ഉണ്ടാവാൻ CPM-ന്റെ വയനാട് ചില നേതാക്കന്മാർ ലാൻഡ് ട്രിബ്യൂണലിൽ പോയി ഒരു പരാതി കൊടുക്കാൻ, ഈ ഭൂമി നിർമ്മാണ യോഗ്യമല്ല, ഇവിടെ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി കുറ്റിയടിച്ചിട്ടുണ്ട്, ഇത് പരിശോധിക്കണം. ആരാ ലാൻഡ് ട്രിബ്യൂണൽ? ഇവിടുത്തെ ഗവൺമെന്റ് അല്ലേ? CPM-കാരൻ നീയല്ലേ ഭരിക്കുന്നത്? നിന്റെ പാർട്ടി നേതാവല്ലേ പരാതി വന്നത്? ലാൻഡ് ട്രിബ്യൂണലിൽ കഴിഞ്ഞ മാസം ഞങ്ങളുടെ നേതാക്കന്മാർ മുഴുവൻ പേപ്പറും കൊണ്ടു കൊടുത്തു. അവർ പറഞ്ഞു, ഒരു പ്രശ്നമില്ല, നിങ്ങൾ ആരംഭിച്ചോ. അപ്പൊ നിങ്ങൾ അപ്പീലിന് പോയാൽ ഞങ്ങൾ ഇനിയും പോവും, ഞങ്ങൾ ഇനിയും കേസ് നടത്തും. ഞങ്ങൾക്ക് എന്താ തർക്കം? രേഖകളെല്ലാം റെഡിയാണ്. ഇനിയിപ്പോ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്നറിയോ? ഇനിയിപ്പോ ഒരു പ്രശ്നമുണ്ട്. ഇനി അടുത്ത ആഴ്ച വരുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ, ലാൻഡ് ട്രിബ്യൂണലിൽ പോകുമ്പോൾ അതിന്റെ ഓണർ പോകണം. ആരാ ഓണർ? സാദിഖ് അലി ശിഹാബ് തങ്ങൾ പോകണം. അപ്പൊ വലിയ കോലാഹലം ഉണ്ടാക്കും. സാദിഖ് അലി തങ്ങൾ ലാൻഡ് ട്രിബ്യൂണലിൽ പോയി, ഞങ്ങൾ പോകടോ ഈ പാവപ്പെട്ടവര് വേണ്ടി പാതിരാ സമയത്ത് വന്ന് നിങ്ങൾ നിലമ്പൂരിലെ ഗവൺമെന്റ് ആശുപത്രിയിൽ വന്ന് പ്രിയപ്പെട്ട ഇസ്മായിൽ മുത്തേടത്തിനൊപ്പം അവിടുത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഞങ്ങളുടെ പാർട്ടി പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് സാധ്യമായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു തടസ്സമില്ല. ഞങ്ങൾ ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി പോകും. നിങ്ങൾ ഉണ്ടാക്കുന്ന നിയമത്തിന്റെ എല്ലാ നൂലാമാലകളും തകർത്തെറിഞ്ഞുകൊണ്ട് ഞങ്ങൾ അവർക്ക് കൊടുക്കും. അതിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ട് CPM-കാരനോട് ഞങ്ങൾ പറയുന്നത്, വയനാട് ദുരന്തവാസികൾക്ക് ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞത് കൊടുത്തിട്ടുണ്ട്. ആ കൊടുക്കാവുന്നതേ ഞങ്ങൾ പറയാറുള്ളൂ, പറയുന്നതേ ഞങ്ങൾ കൊടുക്കാറുള്ളൂ. അതാണ് നേരത്തെ ഇക്ബാൽക്ക് അവിടെ പറഞ്ഞത്. നിങ്ങളുടെ നിലമ്പൂരിൽ ദുരന്തം ഉണ്ടായപ്പോ 5 സെന്റ് ഭൂമിയിൽ അങ്ങനെയല്ല പറഞ്ഞു, 5 സെന്റ് ഭൂമി കൊടുക്കാന്ന് പറഞ്ഞിട്ട് പറഞ്ഞതിലധികം കൊടുത്ത പാർട്ടിയുടെ പേരാ ലീഗ്. അത് മാത്രമല്ല, വീട് തരാന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പിരിച്ച പൈസ കൂടുതൽ കിട്ടിയപ്പോ അണ്ണാക്ക് തുടങ്ങാതെ വിഴുങ്ങല്ല, ആ പൈസ കൊണ്ട് 10 ആക്ക് വീടുണ്ടാക്കി കൊടുത്ത പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. ഞങ്ങളെയാ നിങ്ങൾ കണക്ക് പഠിപ്പിക്കുന്നത്. ഞങ്ങൾ ചോദിക്കട്ടെ, അവിടെ ഗവൺമെന്റ് ഉണ്ടാക്കിയ വീടുണ്ടോ? നിങ്ങൾ പറയുന്നത് ഡിവൈഎഫ്ഐക്കാരുണ്ടാക്കിയ വീടുണ്ടോ? അവിടെ ഡിവൈഎഫ്ഐക്കാരുണ്ടാക്കിയോ? CPM ഉണ്ടാക്കിയോ? അവരുണ്ടാക്കിയില്ല. ഞങ്ങൾ കൊടുത്ത വീടിന്റെ എണ്ണം കുറവാണ്. 11 പറഞ്ഞത്, അത് 10 ഉള്ളൂ എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളെ പ്രസംഗം കേട്ടത്. 11 പറഞ്ഞത് 10 ഉള്ളൂ. 10 പോട്ടെ, ഞങ്ങളുടെ ഒന്നെങ്കിലുണ്ട്. നിങ്ങളുടെ ഒരു മൂത്രപ്പുര കെട്ടിക്കൊടുത്ത കണക്ക് DYFIക്കോ CPM-നോ പറയാനുണ്ടോ?
നിങ്ങൾക്കത് പറയാനില്ലല്ലോ. അപ്പൊ നന്മ ചെയ്യുന്ന ഒരു സംഘത്തെ നിങ്ങൾ ക്രൂശിക്കരുത്. ഞങ്ങൾ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോ ആർക്കെങ്കിലും ഇതിന്റെ തണലുണ്ടാവും, ആർക്കെങ്കിലും ഇതിന്റെ സൗകര്യം ഉണ്ടാവും. ലീഗ് ഒരു സ്ഥലത്തുണ്ടായാൽ ഞങ്ങൾക്ക് പഞ്ചായത്ത് മെമ്പർ വേണ്ട, ഞങ്ങൾക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പർ വേണ്ട, ഞങ്ങൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വേണ്ട, ഞങ്ങൾക്കൊരു വാർഡ് കമ്മിറ്റി ഉണ്ടായാൽ, ഞങ്ങൾക്കൊരു പഞ്ചായത്ത് കമ്മിറ്റി ഉണ്ടായാൽ, ഞങ്ങൾക്കൊരു മണ്ഡലം കമ്മിറ്റി ഉണ്ടായാൽ, അവിടെ ജനസേവാ കേന്ദ്രം ഉണ്ടാവും, അവിടെ CH സെന്റർ ഉണ്ടാവും, അവിടെ ആംബുലൻസ് ഉണ്ടാവും. പാവപ്പെട്ടവൻ ആംബുലൻസ് പോവാ, പാവപ്പെട്ടവൻ CH സെന്ററിൽ വരാ, ജനസേവാ കേന്ദ്രത്തിൽ വന്ന് അവന്റെ പണി നടത്താം. അത് ലീഗ് ഉണ്ടായുള്ള ഗുണാണ്. CPM ഉണ്ടായാൽ ഉണ്ടാവോ? CPM ഉണ്ടായാൽ എന്താ ഉണ്ടാവുക? CPM ഉണ്ടായാൽ അവിടെ താലൂക്ക് ആശുപത്രി ഉണ്ടാവും. കാരണം ആഴ്ച കാല് വെട്ടുന്നവനെ ആശുപത്രി കൊണ്ടുപോകാൻ അവിടെ ആശുപത്രി വേണ്ടി വരും. നിങ്ങളുണ്ടായി അതുണ്ടാവും. അതുകൊണ്ട് എനിക്ക് DYFIയുടെ സുഹൃത്തുക്കളോട് ഒരു കാര്യം പറയാനുള്ളൂ. ഞങ്ങൾക്ക് ഇതൊക്കെ നടത്താൻ അറിയാമെങ്കിൽ ഇതൊക്കെ കൊണ്ടുപോകാൻ ഞങ്ങൾക്കറിയാം. അതിന് KTLന്റെയോ CPMന്റെയോ DYFIയുടെയോ അനുവാദം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യം നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് മുസ്ലിം.